ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ജസ്റ്റ് ഒരു 7 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ബ്രെഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, നമ്മുടെ ഈസ്റ്റിന് വർക്ക് ചെയ്യാനായിട്ട് പഞ്ചസാര ആവശ്യമാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മാവിലോട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കുറച്ച് നിറയെ തന്നെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അത് ഈസ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പാല്, ലൂക്ക് വാം അല്ലെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് തന്നെ വെള്ളവും, അതും ഇളം ചൂടുള്ളത് വേണം, അപ്പോഴാണ് നമ്മുടെ ഈസ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇത് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് മാറ്റാം. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പാലും വെള്ളവും ഈ മൈദയൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈയോടെ കൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് എല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിലോട്ട് ഇത്തിരി ഓയിൽ തടവി നമ്മുടെ കയ്യിലും ഓയിൽ തടവിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന ആ ഒരു മെത്തേഡ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റായുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് ഡോ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ടോട്ടൽ ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 10 മിനിറ്റ് കുഴക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഈ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ കുഴച്ചെടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഓക്കെ ആവും. ഇപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വന്നു. ഇനി ഞാൻ ഈ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു മിക്സർ ഓണാക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി ഞാൻ വീണ്ടും സൈഡൊക്കെ ഒന്ന് ഒരു സ്പാച്ചുല വെച്ച് സ്ക്രേപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് പെട്ടെന്ന് നല്ല രീതിയിൽ കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാനിവിടെ സ്ക്രേപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ഓൺ ചെയ്തു. അപ്പം ടോട്ടൽ നമ്മളിതിനൊരു 10 മിനിറ്റ് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബ്രെഡിൻ്റെ ഡോ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിക്സർ ഓഫ് ചെയ്തു. നമ്മൾ കൈവച്ച് ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒരു 10 മിനിറ്റാണ് ഇത് കുഴക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡോ എങ്ങനെയാണ് നമ്മൾ കൈവച്ചിട്ടാണ് കുഴക്കുന്നതെങ്കിൽ കുഴച്ചെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ഒരു കൈയോടെ നമ്മൾ പുഷ് ചെയ്യുക, പിന്നെ വീണ്ടും എടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പ്രസ് ചെയ്യുക, പിന്നെ വീണ്ടും മടക്കി വെക്കുക, വീണ്ടും പ്രസ് ചെയ്യുക. ഇതുപോലെ രീതിയിൽ നമ്മൾ ഒരു 10 മിനിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത്തിരി സ്റ്റിക്കി ആയിട്ടാണ് ഡോ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അധികം മൈദ ആഡ് ചെയ്യരുത്. ഓക്കെ, അത് നമ്മൾ 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഡോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇത്തിരി ഒന്ന് ഓയിൽ തടവിയിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ഡോ മാറ്റി ഒരു മണിക്കൂർ മാത്രം നമ്മളിതിനെ മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഡോ ഒരു ഡബിൾ സൈസായിട്ടുണ്ടാവും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മാവിനൊരു മോശം ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണ്ട ആ ഒരു ബേക്കിംഗ് പാന് നമ്മൾ നന്നായിട്ട് ഗ്രീസ് ചെയ്യാം. ഞാൻ ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഗ്രീസ് ചെയ്യുന്നത്. ഈ സെയിം ബട്ടർ വെച്ച് ഞാൻ നമ്മുടെ കൈയും കൂടെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പും. ഇനി നമ്മൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡോ നല്ല വലിയതായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. വീണ്ടും ആ എയറൊക്കെ നന്നായിട്ടൊന്ന് പുറത്താവുന്നത് വരെ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. ജസ്റ്റ് 1-2 മിനിറ്റ് കുഴച്ചാൽ മതി. അപ്പോഴേക്കന്നെ നന്നായിട്ടിത് അതിലുള്ള എയർ ബബിൾസൊക്കെ പോയിട്ടുണ്ടാവും. ഇതിന് ശേഷം നമ്മളിതിനൊന്ന് പരത്തിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോളിംഗ് പിന്ന് യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മുടെ പാത്രത്തിന് എത്രയാണോ നീളമുള്ളത് ആ ഒരു നീളത്തിൽ വരുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ പോലെ ഇതിനെ നമുക്ക് പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സ്റ്റേജിൽ നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ മാത്രം കയ്യിൽ മാത്രം ഇത്തിരി ഓയിൽ തടവിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒന്ന് ഷേപ്പാക്കി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ
റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ നിന്നും അത് മുകളിലെത്തുന്നത് വരെ നമ്മൾ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ആ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കാം. ഇത് സീൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സീൽ ചെയ്യുക. മാത്രമല്ല നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ടൈറ്റായിട്ടും ഒത്തിരി ലൂസായിട്ടും ലൂസായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ അടുക്ക് വലിയ വലിയ എയർ പോക്കറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി ഇതിന് ആ ഒരു പാത്രത്തിൻ്റെ അതേ ഷേപ്പ് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിനൊരു ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്ത് ഒരു അരമണിക്കൂറോടെ നമ്മളിതിനെ പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിംഗ് ഫിലിം മാറ്റി ഇതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നിങ്ങളുടെ ബേക്കിംഗ് ടിന്നിന് കവറുണ്ട് അല്ലെങ്കിൽ ലിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ലിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു അലുമിനിയം ഫോയിൽ പീസ് എടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഡോം പോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് നല്ലതായിട്ട് എയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡിന് കൂടുതൽ പൊങ്ങാനുള്ള ആ ഒരു ഏരിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല ഡോം പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ പ്രീ ഹീറ്റ് ചെയ്ത അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് നമുക്കിത് മാറ്റാം. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ അവൻ്റെ താഴെയുള്ള റാക്കിൽ ഒരു 30 മിനിറ്റ് ഈ ഒരു ബ്രെഡിനെ ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഡോം ഓപ്പൺ ചെയ്യാണ്. നമ്മൾ ഈ അലുമിനിയം ഫോയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ബ്രെഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഗോൾഡൻ കളർ വരാനായിട്ട് ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്യാണ്. നമ്മൾ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഇത്തിരി ഹാർഡായിട്ടുള്ള ഒരു ക്രസ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ക്രസ്റ്റുകൾ വേണ്ടതെന്നുള്ളതുകൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്തു. വീണ്ടും നമ്മൾ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു മീഡിയം ലെവലിലുള്ള റാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു ഹോളും ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 40 മിനിറ്റാണ് ഈ ബ്രെഡിനെ ബേക്ക് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ചുകൂടെ ബട്ടർ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.